ഇന്നലെ ആളുണ്ടേനു അല്ലേ? ബാറിന്റെ മുന്നിൽ കൊടുക്കേണ്ട ലഗിലേക്ക് പ്രിന്റ് അടിച്ച് വാങ്ങണം. ആയിക്കോട്ടെ. മോളെ ഒന്ന് നിന്നെ. കുറെ കാലായിട്ട് വിചാരിക്കണേ ഇതന്നെ നിർത്തണോ. നിങ്ങൾ ഇതിന് മരുന്നൊന്നും കൊടുക്കണില്ലല്ലോ. ഉണ്ടോ? ഇയാളെ പിടിച്ച് മാറ്റിക്കേ. തനിക്കൊന്ന് വീടില്ലേ? ഈ മാഗിയാണ് എന്റെ അമ്മ. ഭാരതമാണെന്റെ അമ്മ. വെറുതെ പാടിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളിൽ ഒരാളുടെ കുടി നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇത് പറ്റാ നടക്കൂ. നമുക്ക് പറ്റും. പറ്റൂ. കൈവെക്ക്. കൊണ്ടുപോയി ഒരു സ്ഥലം വരെ പോണം. എവിടെ? അതെല്ലാം ഉണ്ട്. ഇയാളെ പിടിച്ച് ഇയാളത് കയറ്റിയ കൃഷ്ണ ഒന്നുകൂടെ മൊരിഞ്ഞോട്ടെ കേട്ടോ. അപസ്കാരങ്ങളെല്ലാം കൂമ്പാരമായി. ലളിതാമ്മോ, എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ സഹായിക്കണോ? വേണ്ടതാമോ, മണിക്കൂറുകളോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലത്. ലളിതാമ്മ ഒന്ന് നോക്കി, ലളിതാമ്മ ഒന്ന് പരീക്ഷിച്ച് നോക്കി, അപ്പൊ അറിയാം അതിന്റെ സുഖം താന്നു. പിന്നെ നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ. സിനിമാ നടൻ മമ്മൂട്ടിയുടെ സൗന്ദര്യം ഈ എന്റെ സൗന്ദര്യം ഇതിന്റെ ഒക്കെ കാരണം എന്താണെന്നറിയോ? യോഗയാണ്. മമ്മൂട്ടിയോ ഒക്കെ ദാമുവിന്റെ കാര്യം അവിടെ വെച്ചേക്ക്. ദാമു ഒന്ന് വേഗം നോക്ക് പിള്ളേരെ, ഇതൊക്കെ ഇന്നെ എത്തിക്കാനുള്ളതാ. ലളിതാമ്മയുടെ രുചിയുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ കടക്കാരൽപ്പം കാത്തിരിക്കൊക്കെ വേണം. ആ രുചി ലേശം പറഞ്ഞാലേ അത് മതി നമ്മുടെ കച്ചവടം മുടങ്ങാൻ. നിങ്ങള് വെറുതെ കണവണ പറയാണ്ട് വേഗം വണ്ടിയിൽ കേറ്റാൻ നോക്കി. ദാമുവേട്ട ഒന്ന് സഹായിക്ക്. അത് 1 മാസം മുമ്പത്തെ പത്ര. അതാണ് ഞാനും വിചാരിക്കണത്. പെട്രോളിനും ഡീസലിനൊക്കെ 10 ഉറുപ്പിയുടെ വ്യത്യാസം. എടാ എന്നാല് നാളത്തെ പരിപാടി പറഞ്ഞോ. എന്നാ നീ കിട്ടും. എന്തായി? ഇവിടുന്ന് ബാറിലേക്ക് കുറച്ച് ദൂരം കാണുമോ? കാണും, കൊണ്ടാക്കി തരാം. വാ, ഇതാണ് നമ്മളെ വീട്. മാഹി പാർക്കിൽ ബോഡിച്ചട്ടിയിലും കിടന്ന് കൊതുകടിയുള്ള ശരീരമാണ്. ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുവാ. ഇതാ പറഞ്ഞോണ്ടാണ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഓടിച്ചേനെ. ആ പെട്ടി മേക്കുന്നുമിലിറക്കിയേക്ക്. കൊള്ളാലോ. ബാക്കിയുള്ള 4 അച്ചപ്പോ കൊലപ്പോ ടെൻഷൻസിനെ ഇനി വേറെ ഒന്നും അന്വേഷിക്കണ്ട. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്ന് എത്തിച്ചേർന്നത്. ഇതേതായി അവതാരം? അവതാര പറവിയുടെ മുഴുവൻ ദ്രൗതഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോഴത്തെ പേരെന്താണെന്നറിയാവോ? രമണൻ. ലളിതാമ്മ ന്യൂ മെമ്പറാ. നല്ല വെള്ള നന്നാക്കി എടുക്കാം. ദാമു, നിന്റെ യോഗ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ ലളിതാമ്മ അമ്മക്ക് മരുന്ന് കൊടുത്തിനാ? എന്നാ പറയാനാ, നീ വന്നേ കഴിക്കൂന്നുള്ള ഒരൊറ്റ വാശിയില്ല. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല, എനിക്ക് വയ്യ തല്ലുള്ള. എന്നാ ചെയ്യണ്ട് ഓരോന്ന് നോക്കി. എന്താ അമ്മ ഇത്? അമ്മ ഈ മരുന്ന് വെച്ചേട്ടെ. അച്ഛൻ വരാൻ വൈകുന്നു അറിഞ്ഞൂടെ? ആ വരുമ്പത്തേക്കും കഴിച്ചില്ലെങ്കിൽ എന്റെ പാവ അച്ഛന് വിഷമാവൂലേ? ദൈവം എനിക്ക് തുടങ്ങി അച്ഛനോട് പരാതി പറയാൻ. നിന്റെ ചുറുചുറുക്കും കളിയൊന്നും ഇവിടെ വന്നപ്പോ കാണുന്നില്ലല്ലോ. അമ്മ അങ്ങനെ, മോളിങ്ങനെ. ഇവളെങ്ങനെ കയറൂരി വിട്ടതിന്റെയാ. ഏതെങ്കിലും ഒരുത്തം വന്ന് കെട്ടിക്കൊണ്ടു പോകുമ്പോ എല്ലാം ശരിയായിക്കോളും. അതിനെന്റെ ലസമോൾ ഒരുപാട് മെനക്കെടണ്ട. അതെങ്ങനെയാ?
പെണ്ണിന് മരം കയറി നടക്കാനല്ലേ നേരം. ആ ഏതെങ്കിലും ഒരു നിർഭാഗ്യവൻ എവിടെയെങ്കിലും ഉണ്ടാവും. എന്തായാലും ആ നിർഭാഗ്യവന് എന്നെ കിട്ടാൻ ലേശം പ്രയാസപ്പെടേണ്ടി വരും. എന്റെ മോളെ, ദിസ് ഇസ് ഹിദാദാസ്, മനസ്സിലായിനാ? ഐ എം യുണീക്ക്, ഐ എം ഡിഫറെന്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഓനേതോ വലിയ നിലയിലായിരിക്കും. അല്ല, ഇങ്ങനെ സ്ലോ മോഷനിൽ അടിച്ചും കണ്ടു പണിക്ക് പോണ്ടോ? ദേശീയ പാനീയം ഇതാക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണം. ആരുവഴി? നിന്റെ മാമന്റെ മോലിലടോ. നീ ആ സോഡ ഈ വെള്ളടി എന്ന് പറയുന്നുണ്ടല്ലോ, സുന്ദരിയായ ഒരു പെൺകുട്ടീനെ പ്രേമിക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. ഇങ്ങനെ ഇരുന്ന് ചലിച്ചോണ്ട് നാടിയിൽ LPG എത്ര നേരം വിളിക്കാൻ തുടങ്ങിട്ട്. ഹലോ, ആരാ? റാസ്കൽ, ഇത് LPG ഗ്യാസ് ഹൗസ് അല്ല, ഇവന്റ് മാനേജ്മെന്റ്. എത്ര പറഞ്ഞാലും ചോദിച്ചോണ്ടേയിരിക്കും. ലളിത പത്മൻ ജി LPG, അതാണ് എന്റെ പേര്. ശമ്പളം തരാനൊന്നുമില്ലല്ലോ, നേരം പോയിക്കാൻ. ആടങ്ങ് ചെല്ലടാ, ഞാൻ ഒന്നും കൂടെ അടിച്ചു വരാം. എന്റെ ജോലിക്കാർ അത്യാവശ്യം വൃത്തിയും മലരവും വേണം. അറ്റ്ലീസ്റ്റ് എന്നെ പോലെങ്കിലും. ആവശ്യത്തിന് ഒരുത്തിനും കിട്ടൂല. എന്ത് മുടി കെട്ടാനോ? അതെന്റെ ആവശ്യത്തിന് നല്ല ഭംഗിയാക്കണം കേട്ടാ. ഈ കഴുതകളെല്ലാം പോയി എല്ലാത്തിനും നീ ഡിസ്മിസ് ചെയ്യും. ഓ സോറി. ഇങ്ങനെ ഞാൻ പണ്ടൊരുപാട് പെൺകുട്ടികൾക്ക് മുടി കെട്ടി കൊടുത്തു. അവരൊക്കെ ഇന്ന് വലിയ സിനിമാ നടിമാരായി. നിന്റെ ഒരു ഭാഗ്യം. പുട്ടാണല്ലേ കഴിച്ചേ? അല്ല, പൂരിയാന്ന്. ആന്താ ചോദിച്ചു നീ? നല്ല തള്ളാണല്ലോ. വേടെ പോയിടോ എല്ലാരും. ഭയങ്കര ഗ്യാസിന്റെ കംപ്ലൈന്റ്. ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? നല്ലോണം കഴിക്കുന്നത് കുറച്ച് കുറക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നിലനിന്ന് പോകണം. നിങ്ങൾ പോയാൽ കൃത്യമായി പൈസ എത്തിക്കുന്നില്ല. പണിയെടുക്കുന്നതിന് പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് വെച്ച്. അപ്പോ 2 മാസത്തെ വാടക പെൻഡിങ് ആണ്. 2 മാസത്തെ? 2 മാസത്തെ ആ ബില്ലിലുണ്ട്. വേണ്ട, അങ്ങോട്ട് നോക്കണ്ട, അതെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പോയി കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടോട്ടെ. അതാണ് വെച്ച്. യൂണിഫോം ഇടണം, അപ്പൊ പോണം, വൃത്തിയായിട്ട് പോണം, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണം. പൈസ വളരെ പ്രധാനമാണ്. നമ്മുടെ കമ്പനി നിലനിൽക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ശമ്പളം വേണ്ടേ? 1 മാസം ശമ്പളം തന്നില്ലെങ്കിൽ കുഴപ്പാക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഓ, പോയിട്ട് വാ. പോയിട്ട് വരാം. എന്തിനാ ദിവസം കഴിക്കുന്നത്? പോയിട്ട് വാടാ. എടീ പോ. ഇവിടെ ഒരു പൈന്റ്. ബിയർ എവിടെ? എത്ര നേരെ പ്രേമ വിളിക്കുന്നേ? പ്രേമോ, ഒരു സോഡ അല്ല പ്രേമേട്ടാ, ഞാൻ ഇതല്ലല്ലോ ചോദിച്ചേ. സ്വയ വ്യത്യാസമുള്ളൂ, കിക്കൊക്കെ ഒരുപോലെയാ. എന്തായാലും ചൂടായി കിട്ടിയാ മതി. അല്ല, നിങ്ങൾ വക്കീലാ? വക്കീലായിട്ട് ആൾക്കാരെ കോടതിയിൽ നിർത്തി പൊരിക്കണം നിന്റെ ആഗ്രഹം. അത് നടന്നില്ല. അതുകൊണ്ട് കുടിപ്പിച്ച് കിടത്തി ആശ. മോനെ, സ്കൂൾ ക്യാൻറ്റീനല്ല, ഇവിടെ ചോറൊന്നും വിളമ്പില്ല. ഏട്ടാ, ഒരു ഫുള്ള് വേണം. ഫുള്ളോ? പെട്ടെന്ന് ചൂടാവുന്നേ. ഈ ആള് മോശമില്ലല്ലോ. ഏതാ സ്കൂള്? സോമവിലാസം. അതുകൊണ്ടാണ് ഈ സോമനടിക്കാൻ വന്നത്. സോമനടിയാ? മോനെ, പുരാണത്തിൽ ഇതിന് സോമരസം എന്നാ പറഞ്ഞിട്ടുണ്ടായിന്ന്. ദൈവങ്ങളൊക്കെ ഇതെല്ലാം അടിച്ചോണ്ടിന്ന്. അതുകൊണ്ട് ഞങ്ങൾ മായിക്കാർ പൊതുവെ ഇതിനെ സോമനടി എന്നാ പറയാ. ഒന്ന് വേഗം എടുക്കേട്ടാ. ഈ ഭയങ്കര പൈസക്കാരനല്ലേ മോനെ. ശരിക്കും എന്താ എന്റെ പ്രശ്നം? ആ അനഘ എന്നെ തേച്ച് ഓളെന്നെ 2 കൊല്ലം പ്രേമിച്ചതാ. ഇപ്പൊ ഓക്കാ നവനീന്ദ്രനോടാ പ്രേമം. അതൊന്നും വിഷയാക്കണ്ട. ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് തേപ്പൊരു രസാ. ഈ ഒരു കാര്യം ചെയ്യും, ഒരു തേപ്പ് പൊട്ടി ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക.
അനക്കിപ്പോൾ എത്ര വയസ്സായി? 17. ഒരു 18 വയസ്സാകുമ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരു കസേര അവിടെ മാറ്റിയിടും പോരെ? ചെല്ലു. അല്ലട്ടാ പൈസ അത് ആ സമയത്ത് ടിപ്പ് കുറയ്ക്കാം. ടിപ്പോ? ഇയാൾ ഇങ്ങനെ വരെ ഉണ്ടാക്കുമല്ലോ. ഇപ്പം കുപ്പിയൊന്നുമില്ല മോനെ, ഭയങ്കര തിരക്കാ. ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം കല്യാണപ്പുരേ കാണാം.